എല്ലാ വിദ്യാർത്ഥികൾക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിലെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലെ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ അതുമായി ബന്ധപ്പെട്ട 18ാമത്തെ ഈ ലക്കത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലക്കത്തിലെ തുടർച്ചയായിക്കൊണ്ട് ഇമ്പോർട്ടൻസസ് ഓഫ് ഡെലിഗേഷൻ ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഡെലിഗേഷൻ, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഡെലിഗേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യമനുസരിച്ച്, അതായത് ഇമ്പോർട്ടൻസസ് ഓഫ് ഡെലിഗേഷൻ എന്നതിലെ പോയിന്റുകൾ മാത്രമാണ് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം എഴുതിയെടുക്കാം. അതല്ല ഇനി ഡീറ്റെയിൽഡ് നോട്ട്സും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി വിശദമായ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഡെലിഗേഷൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ, അധികാരം കൈമാറ്റത്തിൻ്റെ, അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം, ഒരു സ്ഥാപനത്തിൽ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, അതായത് സ്ഥാപനത്തിൻ്റെ ഫലപ്രദമായ മാനേജ്മെൻറ്റ് സാധ്യമാകുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ബൈ ഡെലിഗേറ്റിംഗ് റുട്ടീൻ വർക്ക് ടു സബോർഡിനേറ്റ്സ്, അതായത് ഒരു സ്ഥാപനത്തിലെ ഉന്നത അധികാരികൾ, ടോപ്പ് ലെവൽ മാനേജേഴ്സ്, അതായത് സുപ്പീരിയേഴ്സ്, അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ദൈനംദിന വർക്കുകളെല്ലാം കീഴ് ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ എ മാനേജർ യൂസസ്, അതിലൂടെ ആ മാനേജർ പ്രയോഗിക്കുന്നു ഹിസ് ടൈം, അദ്ദേഹത്തിൻ്റെ സമയം, ടു കോൺസെൻട്രേറ്റ് ഓൺ ഹൈ പ്രയോറിറ്റി ആക്ടിവിറ്റീസ്, അതായത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഹൈ പ്രയോറിറ്റി, വളരെയധികം മുൻഗണന, കൂടുതൽ മുൻഗണന അർഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് സമയവും ശ്രദ്ധയും കേന്ദ്രീകരിക്കാനും ചെലവഴിക്കാനും സാധിക്കുന്നു. ദിസ് ഹെൽപ്സ്, ഇത് സഹായിക്കുന്നു ഇൻ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ആൻഡ് എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ മൊത്തത്തിൽ സ്ഥാപനത്തിൻ്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും വർദ്ധിക്കാൻ ഇത് സഹായിക്കുന്നു. ഡെലിഗേഷൻ്റെ സെക്കൻഡ് ഇമ്പോർട്ടൻസ്, എംപ്ലോയി ഡെവലപ്മെൻറ്റ്, തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ വികസനം, ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ഡെലിഗേഷൻ്റെ ഫലമായിട്ട്, അതായത് മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥർക്ക് എംപ്ലോയീസിന് അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട്, എംപ്ലോയീസ് ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലാളികൾക്കെല്ലാം കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു. എന്തിന്? ടു യൂട്ടിലൈസ് ദെയർ ടാലൻറ്റ് ആൻഡ് ഡെവലപ്പ് സ്കിൽസ്, അതായത് ആ ഓരോ എംപ്ലോയീസിനും ഏൽപ്പിക്കപ്പെടുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായ ടാലൻറ്റുകളും കഴിവുകളുമെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താനും വികസിപ്പിക്കാനും അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നു. ദസ്, അങ്ങനെ ഡെലിഗേഷൻ ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ബെറ്റർ ഫ്യൂച്ചർ മാനേജേഴ്സ്, അങ്ങനെ ഓരോ എംപ്ലോയീസിനെയും ഭാവിയിലേക്കുള്ള മാനേജർമാരായി തയ്യാറെടുക്കുന്നതിനും അതിനുവേണ്ട യോഗ്യതകളും കഴിവുകളൊക്കെ നേടിയെടുക്കുന്നതിനും ഡെലിഗേഷൻ സഹായിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എംപ്ലോയീസിന് സാധിക്കുന്നു എന്നർത്ഥം. Then third one, motivation of employees അല്ലെങ്കിൽ motivation to employees, തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്കുള്ള പ്രചോദനം, പ്രേരണ. ബൈ ഡെലിഗേറ്റിംഗ് അതോറിറ്റി, അതായത് മേലുദ്യോഗസ്ഥർ കീഴ് ജീവനക്കാർക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ എ മാനേജർ ഷോസ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ഹിസ് സബോർഡിനേറ്റ്സ്, ഒരു മാനേജർ, ഒരു പ്രൊഡക്ഷൻ മാനേജറാവട്ടെ, സെയിൽസ് മാനേജറാവട്ടെ, മാർക്കറ്റിംഗ് മാനേജറാവട്ടെ, ഫൈനാൻസ് മാനേജറാവട്ടെ, അയാളുടെ വർക്കുകളിൽ അധികാരങ്ങൾ ചിലത് അയാളുടെ കീഴ് ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ആ മാനേജർ അയാളുടെ കീഴ് ജീവനക്കാരിൽ ഉള്ള വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. എ മാനേജർ ഷോസ്, അയാൾ കാണിക്കുന്നു ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, വിശ്വാസവും കോൺഫിഡൻസും എല്ലാം അയാൾ പ്രകടിപ്പിക്കുന്നു. ഇറ്റ് ഇംപ്രൂവ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഓഫ് ആൻ എംപ്ലോയി, മറുവശത്ത് ഇത് അധികാരം ഏൽപ്പിക്കപ്പെടുന്ന ആ കീഴ് ജീവനക്കാരനിൽ ഒരു ആത്മവിശ്വാസവും ആത്മാഭിമാനവുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് സാധാരണ നമ്മൾ ക്ലാസ്സുകളിൽ പോലും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അതായത് ക്ലാസ് ടീച്ചറാവട്ടെ, ഏതെങ്കിലും ഒരു ടീച്ചറാവട്ടെ, പ്രിൻസിപ്പളാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ, അതിനുള്ള ചുമതല അധികാരം ഏൽപ്പിക്കുകയാണെങ്കിൽ, അവന് അല്ലെങ്കിൽ അവൾക്ക് തോന്നുകയാണ്, എന്താണ്, സാർ എന്നെ പരിഗണിച്ചു, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്നെ പരിഗണിച്ചു, എന്നിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജർ അയാൾ അധികാരങ്ങളിൽ ചിലത് കീഴുദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നതിലൂടെ ആ കീഴുദ്യോഗസ്ഥർക്ക് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസും ആത്മാഭിമാനവും അതുപോലെ തന്നെ ഒരു പരിഗണന ലഭിച്ചു എന്നുള്ളൊരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടായിത്തീരുന്നു. അങ്ങനെ സ്വാഭാവികമായിക്കൊണ്ട് തന്നെ ഇറ്റ് മോട്ടിവേറ്റ്സ്, ഇത് ആ എംപ്ലോയിയെ പ്രേരിപ്പിക്കുന്നു. It motivates him and tries to improve his performance
ബെസ്റ്റ് പെർഫോമൻസ്. അതായത് അങ്ങനെ ഇത് അവനൊരു മോട്ടിവേഷൻ ആകുന്നു. അതിലൂടെ അവൻ്റെ പരമാവധി പെർഫോമൻസ് പ്രകടിപ്പിക്കാൻ, പുറത്തെടുക്കുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. തൊഴിലാളികളാകുമ്പോൾ സ്ഥാപനത്തിൽ അവരുടെ പെർഫോമൻസ് പരമാവധി അവർ ഇമ്പ്രൂവ് ചെയ്ത് പ്രകടിപ്പിക്കും. അത് സ്ഥാപനത്തിന് അത് നേട്ടമായി തീരുകയും ചെയ്യും. ദെൻ ഫോർത്ത് വൺ, ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത്. അതായത് വളർച്ചയ്ക്ക് സൗകര്യമൊരുക്കുന്നു, അല്ലെങ്കിൽ വളർച്ചയെ സഹായിക്കുന്നു, സൗകര്യപ്പെടുത്തുന്നു. ദാറ്റ് മീൻസ് ഡെലിഗേഷൻ ഹെൽപ്സ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഈ പ്രക്രിയ, ഡെലിഗേഷൻ എന്നുള്ള പ്രക്രിയ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയെയും വികസനത്തെയും സഹായിക്കുന്നു. എങ്ങനെ? ബൈ പ്രൊവൈഡിങ് എ റെഡി വർക്ക് ഫോഴ്സ് ടു ടേക്ക് അപ്പ് ലീഡിംഗ് പൊസിഷൻസ് ഇൻ ന്യൂ വെഞ്ചേഴ്സ്. അതായത് സ്ഥാപനം പുതുതായി തുടങ്ങുന്ന പുതിയ സംരംഭങ്ങൾ, ന്യൂ വെഞ്ചേഴ്സ് സംരംഭങ്ങളിൽ നല്ല നേതൃത്വപരമായ സ്ഥാനങ്ങൾ വഹിക്കുന്നതിനാവശ്യമായ ഒരു റെഡി വർക്ക് ഫോഴ്സ്, റെഡിയായി എന്തിനും തയ്യാറായിട്ടുള്ള, എന്തിനും യോഗ്യത നേടിക്കഴിഞ്ഞ, എന്തും ഏറ്റെടുക്കാവുന്ന രീതിയിൽ ഡെവലപ്പ്ഡായ ഒരു വർക്ക് ഫോഴ്സിനെ, തൊഴിലാളി സമൂഹത്തെ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നൽകാൻ സാധിച്ചുകൊണ്ട് ഡെലിഗേഷനിലൂടെ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു. അതായത് അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർ അവരുടെ ടാലൻറ്റും, നേരത്തെ പറഞ്ഞ പോലെ ടാലൻറ്റ്, സ്കില്ലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്ഡ് ആയിരിക്കും. അങ്ങനെ പുതുതായി ആരംഭിക്കുന്ന ഏത് സംരംഭങ്ങളിലെയും ഏത് നേതൃത്വപരമായതും ഭാരിച്ചതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും നിർവഹിക്കുവാനും അവർ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നർത്ഥം. ദെൻ ഫിഫ്ത്ത് വൺ, ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെയറാർക്കി. അതായത് മാനേജ്മെൻറ്റ് അധികാര ശ്രേണിയുടെ അടിസ്ഥാനം. അടിസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു. ദാറ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്രിയേറ്റ്സ്. അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിലൂടെ ഉണ്ടായിത്തീരുന്നു. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥ കീഴ്ജീവനക്കാർ എന്ന ബന്ധം ഉണ്ടായിത്തീരുന്നു. വിച്ച് ഈസ് ദ ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെയറാർക്കി. ആ ഒരു ബന്ധം, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, അങ്ങനെ ഉണ്ടായിത്തീരുന്ന ആ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആണ് മാനേജ്മെൻറ്റ് ഹെയറാർക്കിയുടെ, മാനേജ്മെൻറ്റ് അധികാര ശ്രേണിയുടെ അടിസ്ഥാനവും അത് തന്നെയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഹെയറാർക്കിയുടെ അടിസ്ഥാനമായ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിത്തീരുന്നത് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിലൂടെയാണ് എന്നർത്ഥം. സിക്സ്ത് വൺ, ആറാമത്തെ ഇമ്പോർട്ടൻസ്, ബെറ്റർ കോർഡിനേഷൻ. നല്ല മെച്ചപ്പെട്ട ഏകോപനം സാധ്യമാക്കുന്നു. ദ ക്ലാരിറ്റി ഇൻ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്സ്. അതായത് സുപ്പീരിയർ ആര്, സബോർഡിനേറ്റ് ആര്, മേലുദ്യോഗസ്ഥനാര്, കീഴുദ്യോഗസ്ഥനാര്, കീഴ്ജീവനക്കാരനാര് എന്നതിലെ ആ ബന്ധത്തിലുള്ള ക്ലാരിറ്റി, വ്യക്തത. ഹെൽപ്സ്, അത് സഹായിക്കുന്നു ഇൻ എഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളെ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ ഒരു ഫലപ്രദമായ എഫക്റ്റീവ് കോർഡിനേഷന് സഹായിക്കുന്നു. സെവൻത് വൺ, ബെറ്റർ കൺട്രോൾ. അതായത് ഫലപ്രദമായ നിയന്ത്രണം. സ്ഥാപനത്തിൽ ഫലപ്രദമായ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞു ബെറ്റർ കോർഡിനേഷൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം വ്യക്തമായി സുപ്പീരിയർ സബോർഡിനേറ്റ് ആരൊക്കെയാണെന്ന് വ്യക്തമായി നിർവചിക്കുന്ന അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റീസ്, അക്കൗണ്ടബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺട്രോളിങ്ങും ഈസി ആവുന്നു, എഫക്റ്റീവ് ആവുന്നു, എളുപ്പമാകുന്നു. ദെൻ എയ്ത്ത് വൺ, റെഡ്യൂസ് വേസ്റ്റേജ് ഇൻ ടൈം, കോസ്റ്റ്, എഫേർട്സ്. അതായത് മുകളിൽ പറഞ്ഞ കാര്യങ്ങളാലെല്ലാം എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഹെയറാർക്കി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ കോർഡിനേഷൻ സാധ്യമാണ്, അതുപോലെ തന്നെ ബെറ്റർ കൺട്രോളിങ് സാധ്യമാണ്. ഇതിനാലെല്ലാം എഫക്റ്റീവ് മാനേജ്മെൻറ്റാണ്. ഇക്കാരണങ്ങളാലെല്ലാം തന്നെ സ്ഥാപനത്തിലെ എഫേർട്ട്, കോസ്റ്റ്, ടൈം ഇവയിലുള്ള വേസ്റ്റേജുകളെല്ലാം, പാഴ്ചെലവുകളെല്ലാം, അനാവശ്യ ചെലവുകളെല്ലാം പരമാവധി കുറയ്ക്കുവാൻ ഡെലിഗേഷൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഡെലിഗേഷനിലൂടെ സാധ്യമാവുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡെലിഗേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിലൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. എനിറ്റു ഏതെങ്കിലും 2 ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അനദർ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടേംസ്. അതായത് താഴെ തന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ടേംസുകൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതിലൊന്നാമത്തെ നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ സെക്കൻഡ് പാർട്ട് ബി ക്വസ്റ്റ്യൻ നോക്കുക. ഇറ്റ് മീൻസ് ഗ്രാൻറ്റിംഗ് ഓഫ് അതോറിറ്റി ടു സബോർഡിനേറ്റ് ടു റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് എ സുപ്പീരിയർ.
അതായത് സുപ്പീരിയറിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്പീരിയറുടെ അധികാരങ്ങളെല്ലാം സബോർഡിനേറ്റിന് അനുവദിച്ച് കൊടുക്കുക. അതിന് പറയുന്ന പേരെന്ത്? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്? ഡെലിഗേഷൻ. അടുത്ത ചോദ്യം, നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഡെലിഗേഷൻ്റെ മീനിങ്ങുമായി ബന്ധപ്പെട്ട് പഠിച്ച അതേ സെൻറ്റൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം എ സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ സെൻറ്റൻസ് ഇതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഏതാണ്? ഡെലിഗേഷൻ. ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, ക്യാൻ ആൻ ഓവർബേർഡൻ മാനേജർ ടേക്ക് ഹെൽപ്പ് ഫ്രം ഹിസ് സബോർഡിനേറ്റ്? അതായത് അമിത ജോലിഭാരമുള്ള അമിത ജോലിഭാരമുള്ള ഒരു മാനേജർക്ക് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ്റെ സബോർഡിനേറ്റിൻ്റെ സഹായം തേടാമോ? അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, ഹൗ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണത് സഹായം തേടുക? അതിനുള്ള ടേം എന്താണ്? ഉത്തരം ഡെലിഗേഷൻ. ദെൻ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം തന്നെ, എക്സ്പ്ലെയിൻ ദ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് ഹീ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ ടേക്കിംഗ് സച്ച് ഹെൽപ്പ്. അതായത് ഇപ്രകാരം ആ മാനേജർ കീഴുദ്യോഗസ്ഥൻ്റെ സഹായം തേടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫീച്ചേഴ്സിൽ നമ്മൾ എന്തൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഡെലിഗേറ്റ് ചെയ്ത് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഫീച്ചേഴ്സ് ഓഫ് ഡെലിഗേഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 5 കമ്പാരിറ്റീവ് വ്യൂസ് ഓഫ് ഡെലിഗേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ. ഡെലിഗേഷനും ഡിസെൻട്രലൈസേഷനും തമ്മിലുള്ള ഒരു 5 വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് പോയിൻറ്റുകൾ 5 എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ വരുന്നൊരു ലക്കത്തിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ എന്നൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഡെലിഗേഷൻ എന്ന ടോപ്പിക്കിൻ്റെ തുടർച്ചയായിക്കൊണ്ട് നമുക്ക് ഇനി അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്പാരിസൺ ഓഫ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അതായത് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ്റെ 3 ഘടകങ്ങളായ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഇത് 3 തമ്മിലുള്ള ഒരു താരതമ്യ പഠനം, ഒരു കമ്പാരിസൺ, സാമ്യതകളും ഡിഫറൻസുകളും എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.